കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മൻ്റെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മൻ്റെ പാലക്കാട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന തുടികൊട്ടിപ്പാടുന്ന കരിമ്പന കാടുണ്ട് കള്ളുമുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന കരിമ്പന കാടുണ്ട് കള്ളുമുണ്ട്. കേൾവി കേട്ടൊരു വേലയതുണ്ടല്ലോ നെന്മറവല്ലെങ്കി ദേശവേല. കേൾവി കേട്ടൊരു വേലയതുണ്ടല്ലോ നെന്മറവല്ലെങ്കി ദേശവേല. തേരുടു വീതികളുണ്ട് പാലക്കാട്ടിൽ വേലയും പൂരവുമേറെയുണ്ട്. തേരുടു വീതികളുണ്ട് പാലക്കാട്ടിൽ വേലയും പൂരവും ഏറെയുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മൻ്റെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മൻ്റെ പാലക്കാട്. ആദിപുതുശ്ശേരി വേലകാവേറുമ്പോ അത്തം പൂങ്കാട്ടിലാണെന്നടിയൻ. ആദിപുതുശ്ശേരി വേലകാവേറുമ്പോ അന്തം പൂങ്കാട്ടിലാണെന്നടിയൻ. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മൻ്റെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മൻ്റെ പാലക്കാട്. സുജിത്ത്, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എന്താ അങ്ങനെ പോണേ? ഈ നാടൻപാട്ട് മേഖലയിൽ വന്നിട്ട് ഇപ്പൊ എത്രയായി? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 10-16 വർഷമായി. 16 വർഷമായിട്ട്. അതിനെ വിവിധ തരം എല്ലാ സമിതിയിലും പോയിട്ടുണ്ടല്ലേ? ഇപ്പോ ലാസ്റ്റ് വന്നത് കരിമ്പ ഫോക്ക് ബാൻഡിൽ. അല്ല, ഞാൻ രാജുവിന്റെ കൂടെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ഉണ്ട്. അത് ശരി. വേറെ ടീമിലേക്ക് പോയിട്ടില്ല. അത് ശരി. ആദ്യം മുതലേ ഉണ്ട്. ഇത് ഈ സമിതി സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലുണ്ട്. 2018 മുതലുണ്ട്. അതെ. എവിടെ വീട്? എന്റെ വീട് കണ്ണിയമ്പുറം, ഇവിടെ വെള്ളനാട് ഹോസ്പിറ്റലിന്റെ അവിടെ. ഓക്കെ. അതായത് പാലക്കാട് ജില്ലയിൽ. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ, അനിയത്തി കല്യാണം കഴിഞ്ഞു. അളിയന്റെ വീട്ടിലാണ്. ഓക്കെ. അച്ഛനും അമ്മയുണ്ട് അല്ലേ? അച്ഛനും അമ്മയും. ഈ കലാപരമായിട്ട് വീട്ടിലാരെങ്കിലും ഉണ്ടോ? കലാപരമായിട്ട് അച്ഛനൊക്കെ പാട്ടൊക്കെ പാടും. പിന്നെ ഞങ്ങള് ഭൂതന്റെ നിറന്റെ വേഷം കെട്ടാൻ പോണേ. ഈ നാടൻ പാട്ട് മാത്രം പാടുള്ളൂ അല്ലേ? വേറെ സിനിമാ ഗാനങ്ങളൊക്കെ പാടും. കരൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടും. കൂടുതൽ ഇഷ്ടം നാടൻ പാട്ടാണ്. അത് സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ അതിന് ചേർന്ന് പിന്നെ അതിനോട് ഒരു. അതെ. ശരി. എന്താ ജോലി? ഞാന് പച്ചക്കറി കച്ചവടമാണ്. അതിന്റെ കൂടെ ഈ പ്രോഗ്രാം നമ്മുടെ ടീമിനെ പറ്റിട്ടൊന്ന് പറയാമോ? ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ടീമിന്റെ കൂടെ തന്നെയാണല്ലോ. അപ്പൊ ടീമിന്റെ പ്രവർത്തനം, ടീമിന്റെ ഈ ഇപ്പോഴുള്ള ടീം വേറെ വൈബാണ്. നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് അവരേത്തേക്കായിട്ട് ഇറങ്ങി ചെല്ലാണ്. അവരായിട്ട് ഞങ്ങള് പാട്ടൊക്കെ പാടുന്ന സമയത്ത് അവരായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ്. അതിനായിട്ട് ഒരു സ്പിരിറ്റ് ഞങ്ങളുടെ ടീമില്. ശരി. ലീഡർ ആരാണ്? ലീഡർ നമ്മുടെ രാജുവേട്ടൻ തന്നെ. രാജുവേട്ടന് കീഴിലാണ് നടന്നു പോകണല്ലേ? അപ്പോ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. ശരി, നമുക്ക് അടുത്തൊരു പാട്ട് കൂടി പാടാം. പാസം പതിഞ്ഞട രാജ മാണിക്കേ പാസം പതിഞ്ഞട രാജ മാണിക്കേ പസബന്ധമെന്നോട് കാണിക്കേ. പാസം പതിഞ്ഞു പോയി പാപി നിങ്ങളാകെ വേണ്ടി. കോവപ്പഴ നിറമൊത്ത കിളിച്ചുണ്ടുകൾ കടിച്ചു തിന്നുവാനാശായടാ. കോവപ്പഴ നിറമൊത്ത കിളിച്ചുണ്ടുകൾ കടിച്ചു തിന്നുവാനാശായടാ. കടിച്ചു തിന്നാലും പോരാ പാപി നിങ്ങളാകെ വേണ്ടി. കടിച്ചു
നിന്നാലും പോരാ പാപി നിങ്ങളാകെ വേണ്ടി കോപപ്പഴ നീളമൊത്ത കിളിച്ചുണ്ടുകൾ കടിച്ചു തിന്നുവാനാശായടാ കോപപ്പഴ നിറമൊത്ത കിളിച്ചുണ്ടുകൾ കടിച്ചു തിന്നുവാനാശായടാ പാദം പതിഞ്ഞട രാജമാണിക്കേ പസബന്ധം എന്നോട് കാണിക്കേ. ഇത് പൊറാട്ട് നാടകത്തിന്റെ അതെ. പാട്ടല്ലേ? ഇപ്പൊ നേരത്തെ പാടിയത് മുതൽ തന്നെ തോന്നുന്നു അല്ലേ? അതൊന്നും. കൂടുതൽ നേരത്തെ നമ്മുടെ പ്രൊണൗൺസിയേഷൻ പ്രണവ് ശശിയേട്ടന്റെ ഒരുപാട് പാട്ട് അറിയാൻ തോന്നുന്നു അല്ലേ? അറിയാം. ഒരുപാട് വർഷമായല്ലോ ഇപ്പൊ ഈ ഒരു നാടൻപാട്ട് മേഖലയിൽ വന്നിട്ട്. അതെ. പാട്ടുകൾ ഇപ്പൊ ഒന്നും പാടാണ്ട് പറഞ്ഞപ്പോ പെട്ടെന്ന് പാടുകയും ചെയ്തു. നാടൻപാട്ടിന്റെ ഒരു ഗുരുസ്ഥാനി ഇപ്പൊ ആരാണ് ഈ ഒരു ഫീൽഡിലേക്ക് കൊടുന്നത്? ഒരു എന്നൊരു ഫീൽഡിലേക്ക് ഇപ്പൊ ഞാൻ എത്തിപ്പെടാൻ പറ്റിയ രാജേട്ടനാണ്. ഞാന് മൂപ്പരാളെ ഇത് ഇതാക്കിട്ട് എനിക്ക് പാടാനുള്ള കഴിവിന് ഇതാക്കിയിട്ട് മൂപ്പരാളെ ഞാൻ സ്വന്തമായിട്ട് ഒരു സമിതി തുടങ്ങുന്നുണ്ട്, നീ എന്റെ കൂടെ എപ്പോ വേണം പറഞ്ഞിട്ട് അന്ന് മുതല് പാട്ട് സ്വന്തമായിട്ട് എഴുതുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ടേ ഇല്ല, ഒന്നുമില്ലല്ലേ? നമ്മള് കേട്ട് പഠിക്കുക, അത് നമ്മള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. എന്നാലും സന്തോഷം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൊക്കെ. ഒരുപാട് ഈ ഒരു കല ഇതായിട്ട്, അതായത് നാടൻപാട്ട് മേഖലയിലായിട്ട് ഒരുപാട് ഈ സമിതിയിൽ പോവുക, അല്ലെങ്കിൽ ഈ സമിതിയിൽ തന്നെ ഒരുപാട് കാലമായിട്ട് പോവുക. എന്നൊരു സന്തോഷം ഇന്നത്തെ